ശാന്തി. 2770 അവ്യക്ത ബാബ്ദാദ. മുരളിയുടെ സാരം: സൈലൻസ് ബലത്തിൻ്റെ പ്രയോഗം. स्नेह और शक्ति रूप अपने को समझते हो? ബാബ ചോദിക്കുകയാണ്, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും രൂപമാണ് എന്ന് സ്വയം തന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ശക്തിയോं की कर्तव्य क्या होता है मालूम है? ശക്തികളുടെ കർത്തവ്യം എന്താണ് അറിയാമോ? शक्तियों के मुख्य 2 गुण गाए जाते हैं, वो कौन से? ശക്തികളുടെ മുഖ്യമായിട്ട് 2 ഗുണങ്ങളെ മഹിമ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ആപ്കി യാദ്ഗാർ മേ വിശേഷിക്കാ ദിഖാത്തെ. നിങ്ങളുടെ ഓർമ്മയിൽ വിശേഷിച്ച് എന്താണ് കാണിക്കുന്നത്? ദേവിമാരുടെ സ്മരണയിൽ വിശേഷിച്ച് ഏത് ഗുണങ്ങളാണ് കാണിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. शक्तियों की मूर्त में मुख्य विशेषता क्या होती है? ശക്തികളുടെ മൂർത്തിയിൽ അല്ലെങ്കിൽ മുഖത്ത് മുഖ്യമായിട്ട് ഏത് വിശേഷതയാണ് കാണുന്നത്? സ്വയം ശക്തിയാ ഹോ और अपनी विशेषता को मालूम नहीं है? ബാബ ചോദിക്കുകയാണ്, സ്വയം ശക്തികളാണ്, തൻ്റെ വിശേഷതയെ അറിഞ്ഞുകൂടെ? തൻ്റെ വിശേഷതകൾ എന്തെല്ലാമാണെന്ന് അറിയണമല്ലോ. ഇപ്പോൾ സ്വയം ശക്തികളാകുമ്പോൾ എന്താ അത് അറിഞ്ഞുകൂടെ എന്ന് ബാബ അവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്. ശക്തിയോं की विशेषता यह होती है कि जितने ही प्रेम मूर्त उतने ही संहारी मूर्त होती हैं. ശക്തികളുടെ വിശേഷത ഇതാണ്, എത്രമാത്രം പ്രേമമൂർത്താണോ സ്നേഹമൂർത്താണോ അത്രയും തന്നെ സംഹാരത്തിൻ്റെ മൂർത്തിയായിരിക്കും. അതായത് ഏത് വേണ്ടയോ അതിനെ നശിപ്പിക്കുന്നതിനുള്ള ശക്തി ഉണ്ടാവും. അതാണ് ബാബു പറഞ്ഞത്, സംഹാരി മൂർത്തും കൂടിയാണ് ശക്തികൾ. ശക്തിയോं के नयन सदैव प्रेम मूर्त होते हैं, लेकिन जितना ही प्रेम मूर्त उतना ही विकराल रूप भी होते हैं. ശക്തികളുടെ കണ്ണുകൾ എപ്പോഴും പ്രേമൂർത്തായിട്ട്, ഇത് സ്നേഹം നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ണുകൾ കാണിക്കാറുള്ളത് ശക്തികളുടേത്. എന്നാൽ എത്രമാത്രം സ്നേഹത്തിൻ്റെ മൂർത്താണോ അത്രയും തന്നെ ഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള രൂപവും കാണിക്കുന്നുണ്ട്. एक सेकंड में किसको भी प्रेम मूर्त भी बना सकती हैं, तो एक सेकंड में किसका विनाश भी कर सकती है. ഒരു സെക്കൻഡിൽ ആരെയെങ്കിലും പ്രേമൂർത്താക്കാനും സാധിക്കും. അതേപോലെ ഒരു സെക്കൻഡിൽ തന്നെ ആരുടെയെങ്കിലും നാശം വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇത് 2 ശക്തികളും ദേവിമാരിൽ അഥവാ ശക്തികളുണ്ട് എന്ന് ബാബ പറയുകയാണ്. ഇതൊന്ന് എത്രമാത്രം പ്രേമൂർത്താണോ അത്രയും തന്നെ സംഹാരി മൂർത്തും കൂടിയാണ്. तो ऐसे ही दोनों गुण अपने में देखते हो. ഈ പറഞ്ഞ 2 ഗുണങ്ങളും ഓരോരുത്തരും അവരവരിൽ കാണുന്നുണ്ടോ? दोनों गुण प्रत्यक्ष रूप में आते हैं व गुप्त रूप में. ഈ 2 ഗുണങ്ങളും പ്രത്യക്ഷ രൂപത്തിൽ വരുന്നുണ്ടോ അതോ ഗുപ്തമായിരിക്കുകയാണോ? പ്രേം രൂപ പ്രത്യക്ഷ और ശക്തി രൂപ ഗുപ്ത है. പ്രേമരൂപം പ്രത്യക്ഷത്തിലും ശക്തി രൂപം ഗുപ്തവുമാണോ എന്ന് ബാബ ചോദിക്കുകയാണ്. ഇത് 2ഉം പ്രത്യക്ഷത്തിൽ വരണം. എത്രമാത്രം സ്നേഹമുണ്ടോ അത്രയും തന്നെ സംഹാരത്തിൻ്റെ, അതായത് ഏത് ആവശ്യമില്ലയോ സമയത്തിനനുസരിച്ച് അതിനെ നശിപ്പിക്കുന്നതിനുള്ള ശക്തിയും ശക്തികളിൽ വേണം. അത് പ്രാക്ടിക്കൽ പ്രത്യക്ഷ രൂപത്തിൽ തന്നെ കാണിക്കണം എന്ന് ബാബ പറയുകയാണ്. फिर एक विकराल रूप कब प्रत्यक्ष करेंगे. അപ്പം ബാബ ചോദിക്കുകയാണ്,
ഈ ഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഈ രൂപം ഇനി എപ്പോൾ പ്രത്യക്ഷത്തിൽ കാണിക്കും? മാലും ഹേ? ബാബ ചോയ്ക്ക് അറിയാമോ? आज बाप दादा विशेष कौन सा स्लोगन देते हैं? ഇന്ന് ബാപ്ദാദ പ്രത്യേകിച്ച് ഏത് സ്ലോഗനാണ് തരുന്നത് അറിയാമോ? കബ് നഹി ലേക്കിൻ അബ് കരേങ്കെ. ചെയ്യാം എപ്പോഴെങ്കിലും എന്നല്ല, ഇപ്പോൾ ചെയ്യണം, ഇപ്പോൾ ചെയ്യാം. ഈ സ്ലോഗനാണ് ബാപ്ദാദ കുട്ടികൾക്ക് തരുന്നത്. കബ് ശബ്ദ് കംജോർ കെ ഹോത്തെ. എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ള ആ ശബ്ദം കംജോർ, അതായത് ശക്തിഹീനമായിട്ടുള്ളവരുടേതാണ്, വീക്കായിട്ടുള്ളവരുടേതാണ്. ബഹാദൂർ ശക്തിയാൻ തോ ബോൽത്തി ഹേ അബ്. जैसे स्वयं अविनाशी इम्पेरिशेबल हैं, वैसे ही इस माया में फंसकर विनाश को प्राप्त होना उन्हों के लिए इम्पॉसिबल है. അപ്പം ബാബു പറയുകയാണ്, ബഹാദൂർ, വളരെ ധൈര്യമുള്ള ശക്തികൾ, അവരെപ്പോഴും പറയുന്നത് ഇപ്പോൾ ചെയ്യാം എന്ന് തന്നെയാണ്. ഏതുപോലെ സ്വയം അവിനാശിയാണോ, ഇംപെരിഷബിളാണോ, നശിക്കാത്തതാണോ, അതേപോലെ മായയിൽ കുടുങ്ങി വിനാശത്തെ പ്രാപ്തമാക്കുക അല്ലെങ്കിൽ നശിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ്, ഇമ്പോസിബിളാണ്. അപ്പം ബാബ ഇവിടെ ഇംപെരിഷബിൾ, സ്വയം ഏതുപോലെ അവിനാശിയാണോ അതേപോലെ തന്നെ മായയിൽ കുടുങ്ങുക എന്നുള്ളത് ശക്തി രൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്നേഹിയും ശക്തിയുമായിട്ടുള്ള ആത്മാക്കൾ ഒരിക്കലും അതിൽ കുടുങ്ങിപ്പോകില്ല. അതാണ് ബാബു പറഞ്ഞത്, അത് ഇമ്പോസിബിളാണ്, നടക്കുന്ന കാര്യമേ അല്ല എന്ന്. ജോ ഇംപെരിഷബിൾ ഹേ उनके लिए माया की कोई भी लहर में लहराना भी इम्पॉसिबल है. ആരാണോ സ്വയം അവിനാശിയായിട്ടുള്ളത് അവർക്ക് മായയുടെ ഏതെങ്കിലും അലകളിൽ ആടുക അല്ലെങ്കിൽ ആറാടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അവരങ്ങനെ മായയിൽ കുടുങ്ങുകയില്ല, കാരണം അവർ സ്വയം തന്നെ അവിനാശിയാണ്. जो इम्पेरिशेबल स्थिति में रहते हैं उन्हों के लिए माया के कोई भी स्वरूप में झुकाव में आना इम्पॉसिबल है. അപ്പം ബാബു പറയുകയാണ്, ആരാണോ ഇംപെരിഷബിൾ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് അവർക്ക് മായയുടെ ഏതെങ്കിലും സ്വരൂപത്തിൻ്റെ ഒരു താഴ്മയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അടുപ്പത്തിലേക്ക്, ആ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് വരിക, അതിനുവേണ്ടി താഴുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. ആരാണോ അവിനാശി സ്ഥിതിയിൽ സദാ സ്ഥിതി ചെയ്യുന്നത് അവരൊരിക്കലും മായയുടെ ഏത് സ്വരൂപമായിരുന്നാലും ശരി അതിന് അധീനമാകുകയില്ല എന്ന്. ജൈസെ ബാപ്ദാദ കേലിയ ഇമ്പോസിബിൾ കഹെങ്കെ. ബാപ്ദാദയുടെ കാര്യം പറയുമ്പോൾ അതങ്ങനെയാണല്ലോ പറയുന്നത്, ബാബയ്ക്ക് അത് ഇമ്പോസിബിളാണ്. ജോ സ്വയം ജുക്കാവുമേ ആത്തേ ഹോങ്കെ ഉനോങ്കെ ആകെ ഔർ കൈസെ ജുക്കേങ്കി. അപ്പം ബാബ ചോദിക്കുക, സ്വയം തന്നെ അങ്ങനെ കുനിയുകയാണ്, ആ ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ പ്രഭാവത്തിൽ വരികയാണെങ്കിൽ അവരുടെ മുന്നിൽ മറ്റുള്ളവരെങ്ങനെ കുനിയും? സാരേ വിശ്വക്കു അപ്പനെയാകെ ജുഖാനെ വാലേ ഹോന. മുഴുവൻ ലോകത്തെയും തൻ്റെ മുന്നിൽ കുനിയിക്കേണ്ടവരല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. അതായത് മറ്റുള്ളവർ സ്വയം തൻ്റെ മുന്നിൽ വരേണ്ടവരാണ്, അതായത് അത്രയും ശക്തി സ്വയം തന്നിൽ വേണ്ടതാണ്. അങ്ങനെയുള്ളവർ മറ്റു മായയുടെ ഏതെങ്കിലും പ്രഭാവത്തിൽ താഴുക അല്ലെങ്കിൽ കുനിയുക അത് ശോഭനീയമാണോ, അത് നല്ലതല്ല എന്ന് ബാബ പറയുകയാണ്. शेरनी शक्तियों का एक भी संकल्प या एक भी बोल व्यर्थ नहीं जा सकता. വളരെ ശക്തികളായിട്ടുള്ള ശേരണി, അതായത് സിംഹിണി ശക്തികൾക്ക് അവരുടെ ഒരു സങ്കല്പം പോലും അല്ലെങ്കിൽ ഒരു ശബ്ദം പോലും വ്യർത്ഥമാകുകയില്ല. അവൻ അത്രമാത്രം ശക്തിയുള്ളവരാണല്ലോ. ശേരണി എന്ന് പറയുമ്പോൾ സിംഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു പവർ, ആ ശക്തി. ബാബു പറയണം, അങ്ങനെയുള്ളവരുടെ ഒരു സങ്കല്പമോ ശബ്ദമോ പോലും വ്യർത്ഥമാകിയില്ല. ജോ കഹ വഹ് കിയ, എന്തു പറയുന്നു അത് ചെയ്യും.
संकल्प और कर्म में अंतर नहीं होता. വിചാരിക്കുന്നതും ചെയ്യുന്നതും തമ്മിൽ അന്തരം വരില്ല. എന്തവർ സങ്കല്പിക്കുന്നോ വിചാരിക്കുന്നോ അതവർ പ്രാക്ടിക്കൽ ചെയ്തിരിക്കും. കാരണം അത്രയും ശക്തി സ്വയം തന്നിലുണ്ടായിരിക്കും എന്ന് ബാബ പറയുകയാണ്. ക്യോങ്കി സങ്കല്പ് ഭി ജീവൻ ക അനുമോൾ ഖജാന ഹെ. എന്തുകൊണ്ടെന്നാൽ സങ്കല്പവും ജീവിതത്തിൻ്റെ അമൂല്യ സമ്പത്താണ്. जैसे स्थूल खजानों को व्यर्थ नहीं करते हो, वैसे शिव शक्तियाँ जिनकी मूर्त में दोनों गुण प्रत्यक्ष रूप में हैं, उनका एक भी संकल्प व्यर्थ नहीं होता. ഏതുപോലെ സ്ഥൂലമായ ഖജനാവ് അല്ലെങ്കിൽ സമ്പത്തുകൾ വ്യർത്ഥമാക്കുന്നില്ലല്ലോ, അതേപോലെ ശിവശക്തികളുടെ മൂർത്തിൽ, അതായത് ശിവശക്തികളിൽ സ്വയം തന്നെ രണ്ട് ഗുണങ്ങളും പ്രത്യക്ഷ രൂപത്തിലുള്ളവരാണ്. അതായത് ഒന്ന് പ്രേമമൂർത്താണ്, അതോടൊപ്പം തന്നെ സംഹാരി മൂർത്താണ്. ഇത് രണ്ടും ഏത് ദേവിമാരിൽ അല്ലെങ്കിൽ ശക്തികളിൽ പ്രത്യക്ഷ രൂപത്തിലുള്ളതാണ്. അപ്പം ബാബ പറയാണ് അവരുടെ ഒരു സങ്കല്പം പോലും വ്യർത്ഥമാകിയില്ല. കാരണം സങ്കല്പം വളരെ വലിയ സമ്പത്താണ് എന്ന് ബാബ പറയുകയാണ്. एक एक संकल्प से स्वयं का और सर्व का कल्याण होता है. ഓരോരോ സങ്കല്പത്തിലൂടെ സ്വയം തൻ്റെയും സർവരുടെയും നന്മയുണ്ടാകും. അപ്പം അതുകൊണ്ട് സങ്കല്പത്തിൻ്റെ മേൽ വളരെയധികം ശ്രദ്ധയുള്ളവരാണ് ശക്തികൾ, ശിവശക്തികളെന്ന് ബാബ പറയുകയാണ്. ഏക് സെക്കൻഡ് മേ ഏക് സങ്കല്പ് സേ ഭി കല്യാൺ കർ സക്തേ ഹൈ, इसलिए शक्तियों को कल्याणी कहते हैं. ഒരു സെക്കൻഡിൽ ഒരു സങ്കല്പത്തിൽ കൂടി തന്നെ ഏതെങ്കിലും ആത്മാവിൻ്റെ മംഗളം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ശക്തികളെ കല്യാണി, അതായത് മംഗളകാരി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡോ ഒരു സങ്കല്പമോ ശിവശക്തികളുടെ, അതായത് ബാബയുടെ മക്കൾ നമ്മുടേത് വേസ്റ്റാകാൻ പാടില്ല, വ്യർത്ഥമാകാൻ പാടില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. जैसे बाप दादा कल्याणकारी हैं, वैसे बच्चों को भी कल्याणकारी नाम प्रसिद्ध है. ഏതുപോലെ ബാപ്ദാദയെ അറിയപ്പെടുന്നത് മംഗളകാരി, കല്യാണകാരി എന്നാണ്, അതേപോലെ തന്നെയാണ് കുട്ടികളുടെയും പേര് മംഗളകാരി എന്നാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ശക്തികൾ മംഗളം ചെയ്യുന്നവരാണ്, ദേവിമാർ മംഗളം ചെയ്യുന്നവരാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളവരാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഓരോരോ സങ്കല്പത്തിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. ആ മഹിമ അറിഞ്ഞിട്ട് വേണം കുട്ടികൾ സങ്കല്പത്തെ രചിക്കാൻ എന്ന് ബാബ പറയുകയാണ്. വ്യർത്ഥമായിട്ടുള്ള ഒരു സങ്കല്പം പോലും കുട്ടികളിൽ വരാൻ പാടില്ല. അബുത്തോ ഇത്തന ഹിസാബ് ദേക്കിന പടേ. ബാബ പറയണ കണക്ക് വയ്ക്കണം. ഏതിൻ്റെ കണക്കാണ്? ഒന്ന് തൻ്റെ സമയം, അതുപോലെ തന്നെ സങ്കല്പം. ഓരോരോ സെക്കൻഡ് വളരെ വാല്യബിളാണ്, അതേപോലെ ഓരോരോ സങ്കല്പങ്ങളും വളരെയധികം വാല്യബിളാണ്. അപ്പോൾ അത്രയും ശ്രദ്ധ കൊടുത്തു വേണം തൻ്റെ സങ്കല്പങ്ങൾ തന്നിൽ കൊണ്ടുവരാൻ എന്ന് ബാബ പറയുകയാണ്. ഹമാരെ കിത്തനെ സെക്കൻഡ് മേ കിത്തനെ സങ്കല്പ് സഫൽ ഹുയെ കിത്തനെ അസഫൽ ഹുയെ. അപ്പം ഇതും കൂടി ബാബ പറയുകയാണ്, കണക്ക് വെക്കണം കുട്ടികൾ. എൻ്റെ എത്ര സെക്കൻഡിൽ എത്ര സങ്കല്പങ്ങൾ സഫലമായി, എത്ര വിഫലമായി, അസഫലമായി എന്ന് പറയാണ്. ഒരു സെക്കൻഡിൽ എത്ര സങ്കല്പങ്ങൾ എൻ്റേത് സഫലമാകുന്നുണ്ട്, എത്ര സങ്കല്പങ്ങൾ വേസ്റ്റ് ആകുന്നു, ഒരു നേട്ടമില്ലാതെ പോകുന്നുണ്ട്. കണക്ക് നോക്കണമെന്ന് ബാബു പറയാണ്. जैसे आजकल साइंस ने बहुत उन्नति की है, जो एक स्थान पर बैठे हुए अपने शस्त्रों द्वारा एक सेकंड में विनाश कर सकते हैं. അപ്പോൾ സയൻസ് ഈയിടെയായിട്ട് വളരെയധികം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് ബാബു പറയുന്നത്. അതായത് ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ തൻ്റെ ശസ്ത്രങ്ങളിലൂടെ, അതായത് അസ്ത്രങ്ങളിലൂടെ ഒരു സെക്കൻഡിൽ നശിപ്പിക്കാൻ കഴിയുമെന്ന്. അങ്ങനെയുള്ള ഇൻവെൻഷൻ സയൻസിൻ്റെ അടുത്തുണ്ട്.
സെക്കൻഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിനുള്ള എന്ത് ലക്ഷ്യമാണോ, അതായത് നാശത്തിൻ്റെ ലക്ഷ്യമാണല്ലോ അവർക്കുള്ളത്, അപ്പോൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ആയുധങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ബാബ പറയുകയാണ്. तो क्या शक्तियों का यह साइलेंस बल कहाँ भी बैठ एक सेकंड में काम नहीं कर सकता? അപ്പം ബാബ ചോദിക്കുകയാണ്, ശക്തികളുടെ ഈ സൈലൻസിൻ്റെ ബലം എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഒരു സെക്കൻഡിൽ കാര്യം ചെയ്യാൻ കഴിയുകയില്ലേ? നമ്മൾ ശക്തികളാണ്, ശക്തികൾക്കുള്ളത് സൈലൻസിൻ്റെ ശക്തിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സൈലൻസിൻ്റെ ബലത്തിലൂടെ ചെയ്യാൻ കഴിയുകയില്ലേ? സയൻസ് ഇത്രയും ചെയ്യുമ്പോൾ സൈലൻസിന് ചെയ്യാൻ കഴിയുകയില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. കഹാൻ ജാനേക്ക് അഥവാ ഉനോങ്കോ ആനേക്ക് ബി ആവശ്യകത നഹി. എങ്ങോട്ടെങ്കിലും പോകേണ്ട അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ആത്മാക്കളെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കവരെ ശാന്തമാക്കണം എന്ന് വിചാരിച്ചാൽ ബാബ ചോദിക്കുകയാണ്, സൈലൻസിൻ്റെ ബലത്തിലൂടെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ലേ? അവർ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട കാര്യമോ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമോ വരുന്നില്ലല്ലോ. अपने शुद्ध संकल्पों द्वारा आत्माओं को खींचकर सामने लाएगा. തൻ്റെ ശുദ്ധ സങ്കല്പങ്ങളിലൂടെ ആത്മാക്കളെ ആകർഷിച്ച് തൻ്റെ മുന്നിൽ കൊണ്ടുവരും. അതാണ് സൈലൻസിൻ്റെ ബലം, ശക്തി. തൻ്റെ ശുദ്ധ സങ്കല്പങ്ങളിലൂടെ ആത്മാക്കളെ ആകർഷിച്ച് തൻ്റെ മുന്നിൽ കൊണ്ടുവരും. ജാക്കർ മേഹനത്ത് കർണേക്ക് ആവശ്യകത നഹി. പോയിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന്. അബ് ഐസേ ബി പ്രഭാവ് ദേഖേങ്കി. ഇപ്പം ഇനി അങ്ങനെയുള്ള പ്രഭാവവും കാണുമെന്ന്. അതായത് ഇതുവരെയും നമ്മൾ അങ്ങോട്ട് പോയിട്ട് എത്ര പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരിൽ ബാബയുടെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി. അപ്പം ബാബ പറയണ ഇനിയിപ്പോൾ സമയം മാറുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സൈലൻസിൻ്റെ ബലത്തിൻ്റെ ശക്തിയിലൂടെ മറ്റാത്മാക്കളെ നമ്മൾ ആകർഷിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇനി ആ പ്രഭാവവും കാണുന്ന സമയമാണ് എന്ന് പറയുകയാണ്. जैसे साकार में कहते रहते थे कि ऐसा तीर लगाओ जो तीर सहित आपके सामने പക്ഷി ആ जाए. ബ്രഹ്മബാബ സാകാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, അതായത് കുട്ടികൾ അങ്ങനെയുള്ള അമ്പ് എയ്യണം, അതായത് ആ അമ്പ് സഹിതം പക്ഷി നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴണമെന്ന്. അതായത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ അമ്പിനെക്കുറിച്ചാണ് ബാബ പറയുന്നത്. അത്രമാത്രം ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഏതൊരു ആത്മാവിനെയാണോ നമ്മൾ പ്രതീക്ഷ, അതായത് ലക്ഷ്യം വെക്കുന്നത്, ആ ആത്മാവ് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്ന് ബാബ പറയുകയാണ്. അബ് യഹ് ഹോങ്ക അപ്പനി വിൽ പവർ സെ. ഇത് പ്രാക്ടിക്കൽ നടക്കണമെങ്കിൽ തൻ്റെ വിൽ പവറിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ ശക്തിയിലൂടെ മാത്രമേ ഈ സേവനം നടക്കുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. സബ്സെ ജാസ്തി ദൂർ ലൈറ്റ് കോൻസി ജാത്തി ഹെ. ഏറ്റവും കൂടുതൽ ദൂരം ഏത് ലൈറ്റാണ് പോകുന്നത്? ലൈറ്റ് ഹൗസ് കി. ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റാണ് വളരെ ദൂരം പോകുന്നത്. തോ അബ് ലൈറ്റ് ഹൗസ് സെർച്ച് ലൈറ്റ് ബന്നെ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ ലൈറ്റ് ഹൗസ് ആകണം, സെർച്ച് ലൈറ്റ് ആകണം എന്ന് ബാബ പറയുകയാണ്. റിവാജി ബൾബിനെ സാധാരണ ബൾബായാൽ പോരാ. സാധാരണ ബൾബിൻ്റെ പ്രകാശം പോരാ ഈ കാര്യത്തിന്. മറ്റുള്ള ആത്മാക്കളിലും കൂടി അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കി ബാബയിലേക്ക് അടുപ്പിക്കണമെങ്കിൽ സാധാരണ പ്രകാശമുള്ള ബൾബ് കൊണ്ട് കാര്യം നടക്കില്ല. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, അത് ലൈറ്റ് ഹൗസായി തന്നെ ആകണം, ലൈറ്റ് ഹൗസായി തീരണം എന്ന് പറയുകയാണ്. സെർച്ച് ലൈറ്റ് വഹ് ബൻ സക്കേങ്കെ ജോ സ്വയം കോ സെർച്ച് കർ സക്തേ. പിന്നെ സെർച്ച് ലൈറ്റ് അവർക്കേ ആകാൻ കഴിയുകയുള്ളൂ ആരാണോ സ്വയം തന്നെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ സങ്കല്പങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഒരു സെക്കൻഡിൽ തന്നെ എൻ്റെ സങ്കല്പങ്ങൾ എത്ര സഫലമാകുന്നുണ്ട്,
എത്ര വിഫലമാകുന്നുണ്ട്. അങ്ങനെ സ്വയം തന്നെ ആരാണോ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ സെർച്ച് ലൈറ്റ് ആകാൻ കഴിയുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. जितना स्वयं को सर्च कर सकेंगे उतना ही സെർച്ച് ലൈറ്റ് बनेंगे. സ്വയം തന്നെ എത്രമാത്രം നിരീക്ഷിക്കാൻ കഴിയുമോ അത്രയുമേ ബാബു പറയാണ് മറ്റു സെർച്ച് ലൈറ്റ് ആകാൻ കഴിയുകയുള്ളൂ, മറ്റുള്ളവർക്കും ആ ലൈറ്റ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. अगर स्वयं को सर्च नहीं कर सकते तो सर्च लाइट भी नहीं बन सकेंगे. സ്വയം തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ സെർച്ച് ലൈറ്റ് ആകാനും കഴിയുകയില്ല. अब तो वह समय आ गया है, अभी पावरफुल भी नहीं लेकिन विल पवर वाला बना है. ഇപ്പം സമയം അങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞു. ശക്തിശാലി ആയാൽ മാത്രം പോരാ. ബാബു പറയാണ് വിൽ പവർ വാല ബന്ന ഹെ, വിൽ പവർ ഉള്ളവരാകണം. പവർഫുൾ ആയാൽ മാത്രം പോരാ, വിൽ പവറും കൂടി വേണം. സമയം ഇപ്പം അങ്ങനെയുള്ളതാണെന്ന് ബാബു പറയാണ്. അതായത് മറ്റുള്ള ആത്മാക്കൾ അത്രമാത്രം മാനസികമായിട്ടുള്ള അസന്തുഷ്ടതയുള്ള സമയത്ത് അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ ആ ആത്മാക്കളൊരു പ്രഭാവം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത്രയും ശക്തി നമ്മളിലും വേണം. അത് സാധാരണ ഒരു ബൾബിൻ്റെ പ്രകാശം കൊണ്ട് നടക്കിയില്ല. അർത്ഥം കുറച്ച് ജ്ഞാനമോ കുറച്ച് യോഗമോ അതിൻ്റെ ശക്തിയിലൂടെ നടക്കിയില്ല എന്ന് ബാബു പറയാണ്. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തന്നെ നിരീക്ഷിച്ച് അത്രയും തന്നെ പവർഫുള്ളാക്കണം. അതേപോലെ തന്നെ തനിക്കത്രയും വിൽ പവറും വരണം, അത്രയും മനഃശക്തി ഉണ്ടാകണം. എന്നാലേ മറ്റുള്ളവരിൽ ആ പ്രഭാവം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, എന്നാലേ അമ്പേൽക്കുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. വിൽ പവർ और വൈഡ് പവർ चाहिए. ബാബു പറയണം, ഒന്ന് വിൽ പവർ വേണം, അടുത്തത് വിശാലമായിട്ടുള്ള പവർ വേണം, വൈഡായിരിക്കണം. അതായത് കുറച്ച് വിശാലതയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശക്തി വേണം. അപ്പോൾ ചെറിയ ലൈറ്റ് ആണെങ്കിൽ അത് കുറച്ച് സ്ഥലത്തേക്കല്ലേ പ്രകാശം വ്യാപിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതേസമയം ബാബു പറയാണ് സെർച്ച് ലൈറ്റ് ആണെങ്കിൽ അത് കൂടുതൽ ഭാഗത്തേക്ക് പ്രകാശം വ്യാപിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത്രയും നമ്മുടെ ഉള്ളിൽ ആ പവർ വരണം. അതിനെയാണ് ബാബു പറയുന്നത് വിൽ പവറിനോടൊപ്പം വൈഡ് പവറും കൂടി വേണമെന്ന്. विल पावर और वाइड पावर अर्थात बेहद की तरफ दृष्टि वृद्धि. तो अब एडिशन क्या करेंगे? ഇപ്പോൾ പ്രത്യേകിച്ച് ബാബ രണ്ട് പവർ പറയുകയാണ്. ഒന്ന് വിൽ പവർ, അടുത്തത് വൈഡ് പവർ. അതായത് ഒന്ന് തൻ്റെ മനഃശക്തി, അതേപോലെ തന്നെ രണ്ടാമത്തത് വിശാലമായിട്ടുള്ള പരിധിയില്ലാത്ത ദൃഷ്ടിയും ഭാവനയും. അപ്പോൾ ഈ അഡീഷൻ എന്താ ചെയ്യേണ്ടത്? പവർ तो है लेकिन अब विल पवर और वाइड पवर चाहिए. കുട്ടികൾക്ക് ശക്തിയുണ്ട് ബാബ പറയുകയാണ്, പക്ഷേ വേണ്ടത് ഇപ്പോഴ് സമയത്തിനനുസരിച്ച് വിൽ പവർ അതേപോലെ വൈഡ് പവർ, വിശാലമായിട്ടുള്ള ശക്തി വേണം. അതായത് പരിധിയില്ലാത്ത ദൃഷ്ടിയും ഭാവനയും. സങ്കുചിതമായിട്ടുള്ളത് വരാൻ പാടില്ല. അതാത് ഏരിയയിൽ മാത്രം അവരവർ നിൽക്കുന്ന ഭാഗത്തേക്ക് മാത്രം. പവർ അതല്ല വേണ്ടത്, വൈഡ് പവറാണ് വേണ്ടത്. ആജ് ബാബ്ദാദ കിസ് രൂപസേ ദേഖ് രഹേ ഹോ. ഇന്ന് ബാബ്ദാദ ഏത് രൂപത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഉമ്മീദ് കെ സിത്താരെ, പ്രതീക്ഷയുടെ ആശാനക്ഷത്രങ്ങളായിട്ടാണ് ബാബ ഇന്ന് കാണുന്നത്. അബി ഹേ ഉമ്മീദോ കെ സിത്താരെ ഫിർ ബനേങ്കെ സഫലത കെ സിത്താരെ. ഇപ്പോൾ പ്രതീക്ഷകളുടെ നക്ഷത്രമാണ്, പിന്നെ നിങ്ങൾ വിജയീ നക്ഷത്രമായി തീരും എന്ന് ബാബ പറയുകയാണ്. तो वर्तमान भी देखते हैं और भविष्य भी देख रहे हैं. അപ്പോൾ വർത്തമാന സമയവും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളുടെ ഭാവിയും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഫലത ആപ്പ് കെ ഗലെ കി മാല ഹെ. വിജയം നിങ്ങളുടെ കഴുത്തിലെ മാലയാണ്. അപ്പോൾ ബാബ ഈ സമയവും ഭാവിയും കുട്ടികളുടേത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷയുടെ നക്ഷത്രമാണ് ഇപ്പോൾ, ഭാവിയിൽ നിങ്ങൾ വിജയീ നക്ഷത്രമായി തീരും. ബാബ പറയാണ് വിജയം എന്നുള്ളത് കുട്ടികളുടെ കഴുത്തിലെ മാലയാണ്. അപ്പനെ ഗലേമേ സഫലതാക്കി മാല ദിഖായി ദേത്ത ഹെ. തൻ്റെ കഴുത്തിൽ വിജയത്തിൻ്റെ മാല കാണുന്നുണ്ടോ? സംഗംബർ കോൻസാ ശൃംഗാർ ഹെ. സംഗമത്തിൽ കുട്ടികളുടെ അലങ്കാരം ഏതാണ്?
സഫലതാ കി മാല യഥാ യോഗ്യ തഥാ ശക്തി ഹരേക്ക് കെ ഗലെ മേ പടി ഹുയി. വിജയത്തിൻ്റെ മാല യഥായോഗ്യം തഥാശക്തി, ആ യോഗ്യതയ്ക്കനുസരിച്ച് അതേപോലെ ശക്തിക്കനുസരിച്ച് ഓരോരുത്തരുടെയും കഴുത്തിലുണ്ട് എന്ന് ബാബു പറയാണ്. വിജയത്തിൻ്റെ മാല എല്ലാവരുടെയും ഒരേപോലെയല്ല, യഥായോഗ്യ അതേപോലെ തന്നെ തൻ്റെ ശക്തിക്കനുസരിച്ച്. तो बाप दादा बच्चों के श्रृंगार को देखते. ബാപ് ദാദ കുട്ടികളുടെ അലങ്കാരത്തെ കാണുകയാണ്. ശൃംഗാരേ ഹുയെ ബച്ചെ അച്ഛേ ലഗ്തേ. അലങ്കരിതരായിട്ടുള്ള കുട്ടികളെ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. എല്ലാം ധരിച്ചിട്ടുള്ള നല്ല അലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ശോഭനീയമായിരിക്കും കുട്ടികളെ കാണാൻ. ബാപ് ദാദാ കാ അഭി ക്യാ സങ്കല്പ് ചൽ രഹാ ഹൈ. ബാപ് ദാദയുടെ സങ്കല്പം ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ബാപ് ദാദ ആപ്സെ ക്യാ ബോൾനെ വാലേ ഹേ യഹ് ക്യാച്ച് കർ സക്തേ ഹോ. ബാപ് ദാദ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതായത് ബാബ കുട്ടികളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ബാബ അത് പറയാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് ബാബ ചോദിക്കുകയാണ്, എൻ്റെ സങ്കല്പത്തെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഞാൻ എന്താണ് നിങ്ങളോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ആജിക്കൽ ബാപ്പ് ബുദ്ധി കി ഡ്രിൽ കരാനെ ആത്തെ. അപ്പോൾ ഈയിടെയായിട്ട് ബാബ വരുന്നത് ബുദ്ധിയുടെ ഡ്രിൽ ചെയ്യിക്കാനായിട്ടാണ്. അപ്പോൾ നേരത്തെയും പല പ്രാവശ്യവും ബാബ പറഞ്ഞിരുന്നു, കുട്ടികൾ ബുദ്ധിയുടെ ഡ്രിൽ ചെയ്യണം, എന്നാലേ ബുദ്ധിക്ക് ശക്തി ഉണ്ടാകുകയുള്ളൂ എന്ന്. അപ്പോൾ ബാബ അതാ പറയുന്നത്, ഈയിടെയായിട്ട് ഞാൻ വരുന്നത് നിങ്ങളുടെ ബുദ്ധിയെ ഡ്രില്ല് ചെയ്യിക്കാനാണ്. ബുദ്ധി ഇങ്ങനെ അടങ്ങിയിരുന്നാൽ ശരിയാവില്ല, ഡ്രില്ല് ചെയ്യണം, അഭ്യസിക്കണമെന്ന് ബാബ പറയുകയാണ്. അഭി മൈതാൻ പർ പ്രത്യക്ഷ ഹോനാ ഹെ, അബ് ഗുപ്ത് ഹോനെ കാ സമയ നഹി ഹെ. ഇപ്പോൾ മൈതാനത്തിൽ പ്രത്യക്ഷമാകേണ്ട സമയമാണ്, ഗുപ്തമായിരിക്കേണ്ട സമയമല്ല. അതായത് ലോകത്തേക്ക് നമ്മൾ വരേണ്ട സമയം ആയിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, കൂടുതൽ കൂടുതൽ കുട്ടികൾ യോഗ്യരായിത്തീരണമെന്ന്. ജിത്തന പ്രത്യക്ഷ ഹോങ്കി ഉത്തന ബാപ് ദാദാക്കോ പ്രഖ്യാത് കരേങ്കി. എത്രമാത്രം പ്രത്യക്ഷമാകുന്നു അത്രയും ബാബയെയും പ്രത്യക്ഷമാക്കാൻ കഴിയും. ബേഹദ് മേ ചക്ര ലഗാക്കർ ചക്രവർത്തി ബൻ രഹേ ഹോ. പരിധിയില്ലാത്ത രീതിയിൽ ചക്രം കറങ്ങി ചക്രവർത്തി ആയിക്കൊണ്ടിരിക്കുകയാണോ? ബാബ ചോദിക്കുകയാണ്, ഒരു ഭാഗത്തേക്ക് മാത്രമല്ല നിങ്ങളുടെ ലൈറ്റ് പോകേണ്ടത്, നിങ്ങളുടെ ആ അറിവും കഴിവും എല്ലാം ബാക്കി പരിധിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകണം. അതിനാണ് ബാബ പറയുന്നത്, ചക്രവർത്തിയാകണമെങ്കിൽ ചക്രം കറങ്ങണം, ഒരിടത്തിരുന്നാലാവില്ല. ജോ ഏക് സ്ഥാൻ പർ ബൈഠാ രഹതാ ഹെ ഉസ്കോ ക്യാ കഹാ ജാതാ ഹെ. ആരാണോ ഒരു സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത് അവരെ എന്താണ് അറിയപ്പെടുന്നത്, അവരെ എന്താണ് പറയുന്നത്? जो एक ही स्थान पर स्थित हो सर्विस भी कर रहे हैं लेकिन बेहद में चक्कर नहीं लगाते हैं तो भविष्य में भी उनको एक इंडिविजुअल राजाई मिल जाएगी. ഇപ്പം ബാബ പറയാണ്, ആരാണോ ഒരു സ്ഥാനത്ത് സ്ഥിതി ചെയ്തുകൊണ്ട്, അർത്ഥം ഒരു സേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ഏരിയയിലോ ഇരുന്നു കൊണ്ട് സേവനം ചെയ്യുന്ന, ഒരു സേവനം ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത്, എന്നിരുന്നാലും പരിധിയില്ലാത്ത രീതിയിൽ ചക്രം കറങ്ങാത്തത് കൊണ്ട്, അതിന് ബുദ്ധി കൊണ്ടായിരുന്നാലും ശരി തന്നെ, ബാബ പറയണ വിശാലമായ രീതിയിൽ ചിന്തിച്ച് സേവനം ചെയ്യാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് ഭാവിയിലും അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു രാജ്യം കിട്ടുമെന്ന്. വ്യക്തിപരമായിട്ട് അറിയില്ല, ചെറുകിട രാജാക്കന്മാർ, വൻകിട രാജാക്കന്മാരെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ് നമ്മുടെ പ്രാപ്തിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ കുറച്ച് വിശാലമായ രീതിയിൽ ബുദ്ധി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രാപ്തി അതിനനുസരിച്ച് വരും. അല്ല എങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു രാജ്യം നമുക്ക് കിട്ടും. അതാണ് ബാബ പറയുന്നത്, ഇൻഡിവിജ്വലായിട്ടുള്ള രാജ്യമേ കിട്ടുകയുള്ളൂ. ഒരു സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് ബേഹദ രീതിയിൽ ചിന്തിക്കുന്നില്ല എങ്കിൽ ബാബ പറയാം സങ്കുചിതം പാടില്ല എന്നാണ് എൻ്റെ സാരം പറയുന്നത്. അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അതായത് എത്രമാത്രം നമ്മളിൽ സൈലൻസിൻ്റെ ശക്തി വർദ്ധിക്കുന്നുവോ ആ ശക്തിയിലൂടെ നമുക്ക് അനേകം ആത്മാക്കളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഏതുപോലെ സയൻസ് ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ തൻ്റെ ശസ്ത്രത്തിലൂടെ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുട്ടികളുടെ മനഃശക്തി, ബാബ പറയാണ് വിൽ പവർ, അതേപോലെ വൈഡ് പവർ, അത് വിശാലമായിട്ടായിരിക്കണം. പരിധിയില്ലാത്ത ബുദ്ധിയും പരിധിയില്ലാത്ത ദൃഷ്ടിയും നമ്മുടേതാകണം.
അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടി ബാബ പറയുകയാണ്. കുട്ടികൾ സ്വയം തന്നെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക, തന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അതായത് എൻ്റെ സങ്കല്പങ്ങൾ ഒരു സെക്കൻഡിൽ എത്ര ഞാൻ വേസ്റ്റ് ആക്കുന്നുണ്ട്, എത്ര ഞാൻ സഫലമാക്കുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ സങ്കല്പത്തിൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ, അതായത് എൻ്റെ ശബ്ദത്തിൻ്റെ മേൽ എനിക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ. അങ്ങനെ ആരാണോ സ്വയം തന്നെ നിരീക്ഷിച്ച് അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക് വരുന്നത്, അവർക്ക് ബാബ പറയാണ് സെർച്ച് ലൈറ്റ് ആകാൻ കഴിയും. കൂടുതൽ പേർക്കും ബാബയുടെ അറിവ് അല്ലെങ്കിൽ ശക്തി പ്രദാനം ചെയ്യാൻ അവരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ബാബ പറയുന്നതിനനുസരിച്ച് സ്വനിരീക്ഷണത്തിലൂടെ നമുക്ക് വിശ്വത്തിൻ്റെ സേവനം ചെയ്യാം. ആ ഒരു സങ്കല്പത്തോടു കൂടി ഈ മുരളി ഇപ്പോഴിവിടെ തീരുകയാണ്. അടുത്തതിൽ കേൾക്കാം. ബാക്കിയുള്ള മുരളി ഇതിൻ്റെ തന്നെ ബാലൻസ് അടുത്തതിൽ കേൾക്കാം. ഓം ശാന്തി.